എല്ലാവർക്കും തനൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു സിമ്പിൾ ടിപ്പാണ്, സിമ്പിൾ റെസിപ്പിയാണ് പറയുന്നത്. വേറെ ഒന്നുമല്ല, ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഫിഷിന്റെ ആ അരപ്പ്, ആ കൂട്ട് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇത് ഒട്ടുമിക്ക വീട്ടമ്മമാർക്കും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എങ്കിലും ഇതും അറിയില്ലാത്ത തുടക്കക്കാരുണ്ടാവും കുക്കിങ്ങിൽ. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക. സാധാരണ നമ്മൾ ചെറിയ മീനൊക്കെയാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കാറുള്ളൂ നോർമലി. അപ്പോൾ വലിയ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് കൂടുതൽ ചേർക്കും. അപ്പോൾ നമ്മുടെ ഫിഷിന് നല്ലൊരു സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു അരപ്പ് നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ മീൻ ഫ്രൈ ചെയ്യാൻ നേരത്ത് അത് യൂസ് ചെയ്യാം, അത് വേഗം പുരട്ടിയാൽ മതിയാകും. അപ്പോൾ എപ്പോഴും ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഇത് കുറച്ചുകൂടി ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചാൽ നന്നായിരിക്കും. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. നമുക്ക് ഒരാഴ്ച 2 ആഴ്ചയോളം മാക്സിമം കേടുകൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടത് മുളക് പൊടി. അത് മുളക് പൊടിയുടെ എല്ലാ അളവ് മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് വ്യത്യാസം വരും. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കിലോ ഫിഷാണ് എടുത്തിട്ടുള്ളത്. അതിന് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക്, അതില്ല എങ്കിൽ കുരുമുളക് പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, 4-5 അല്ലി ഉള്ളി, ചുവന്നുള്ളി, 1 കുടം വെളുത്തുള്ളി, ചെറിയൊരു കുടം വെളുത്തുള്ളി. വലിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ, വലിയ സൈസ് വെളുത്തുള്ളി ആണെങ്കിൽ 3-4 വെളുത്തുള്ളി മതിയാകും. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില, പിന്നെ വേണ്ടത് വിനാഗിരി, വൈറ്റ് വിനെഗർ. ഇത്രയാണ് വേണ്ടത്. ഇത്രയും ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം കൂടി പോകരുത്. അപ്പം നമ്മുടെ അരപ്പ് നല്ല വെള്ളത്തോടെ ഇരിക്കരുത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് ഒഴിക്കാം. ആദ്യം ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം നമുക്ക് ഒരുമിച്ച് വെളുത്തുള്ളിയും ഉള്ളിയും പെരിഞ്ജീരകവും പൊടികളും എല്ലാം ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പൊടികളും ഇതിന്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഓവർ ആവണ്ട. ആദ്യം വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം മാത്രം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. വിനാഗിരിയുടെ അളവും കൂടിയൊന്നും പോകരുത്. വളരെ കുറച്ച് മാത്രം ഒഴിക്കാൻ പാടുള്ളൂ. ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടി മാത്രം. അല്ലെങ്കിൽ ചെറുനാരങ്ങാ നീര് ഒഴിച്ചാലും മതിയാകും. ചെറുനാരങ്ങാ നീര് ഒഴിക്കുമ്പോൾ വിനാഗിരി ഒഴിക്കരുത്. രണ്ടിലേതെങ്കിലും ഒന്നേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഞാനിതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. ഒരുപാട് വെള്ളമൊന്നും കൂടി പോരുത്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ അരപ്പ് കിട്ടാനായിട്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം തേച്ച് പിടിപ്പിച്ച് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ കഷ്ണങ്ങളിലേക്ക് ഈ അരപ്പ് നന്നായി തേച്ച് പിടിപ്പിക്കാം. കൈകൊണ്ട് തന്നെ മീൻ കഷ്ണങ്ങളിലേക്ക് അരപ്പെല്ലാം തേച്ച് പിടിപ്പിക്കുന്നതായിരിക്കും നല്ലത്. സ്പൂണൊക്കെ വെച്ച് ഉപയോഗിച്ചാലും എല്ലായിടത്തേക്കും നന്നായിട്ട് എത്തില്ല. നന്നായിട്ട് ഈ അരപ്പെല്ലാം ഉപ്പും മുളകും എല്ലാം എല്ലായിടത്തും പിടിച്ചിരുന്നാലേ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കൈകൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം, ഇപ്പം തന്നെ ഫ്രൈ ചെയ്യാനാണെങ്കിൽ ഒരു അരമണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്താൽ ഇതിൽ ഉപ്പും പുളിയെല്ലാം അതുപോലെ തന്നെ മുളകും എല്ലാം നന്നായി പിടിച്ചിരിക്കും. ഞാനിതിപ്പോൾ നാളെ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനിത് ഇങ്ങനെ തന്നെ പുരട്ടി ഫ്രിഡ്ജിലേക്ക് വെക്കും. ഇപ്പോൾ ഞാൻ എല്ലാ മീൻ കഷ്ണങ്ങളിലേക്കും നന്നായി അരപ്പ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ മീൻ കഷ്ണങ്ങളിലേക്കും നന്നായി അരപ്പെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നാളെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഫിഷിനി ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിക്കുമ്പോൾ ഒരുപാടൊന്നും ഒഴിക്കരുത്, കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒരുപാട് ചൂടാവുന്നതിന് മുന്നേ തന്നെ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം.
എന്നിട്ട് അതിൻ്റെ 2 വശവും ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന്. അപ്പോൾ ഈ ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും മറുവശം കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഫിഷിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് മുറുകിയൊന്നും പോകണ്ട, ഈ ഒരു പരുവത്തിൽ മതി. തീ കുറച്ച് വേണം ഇടാനായിട്ട്, ചെറിയ തീയിൽ കിടന്നിട്ട് വേണം ഇത് ഫ്രൈ ആയി വരാം. പാത്രം അടച്ചു വെക്കുക. ഇപ്പൊ നമ്മുടെ ഫിഷ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്ന രീതി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.